ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ. കഴിഞ്ഞ ദിവസമുണ്ടായ പേജർ സ്ഫോടന പരമ്പര നമ്മൾ കണ്ടതാണ്. നിരവധി ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയുണ്ടായി. അതിന് പിന്നിൽ ഒരു മലയാളി ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഒരു ഭാഗത്ത് വരികയും ചെയ്യുന്നു. ഗസയിലെ അവസ്ഥ നമുക്കറിയാം. ലബനാനിലെ അവസ്ഥയും ആ നിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്താണ് ദാവൂദ് തോന്നുന്നത്? എന്താ നിലവിലുള്ളൊരു അവസ്ഥ അനുസരിച്ച്? ലബനാനിൽ കഴിഞ്ഞ സെപ്റ്റംബർ 17 ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ പേജർ ബ്ലാസ്റ്റുകളുണ്ടല്ലോ, അത് ലോകത്ത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സൈബർ സ്പേസിൽ നോക്കിയാൽ എന്താണ് ഈ സംഖ്യകളും നവനാസ്തികരും ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദ തിമർപ്പിലാണ്. കാരണം ഹിസ്ബുള്ളൊക്കെ ഇമാതിരി അടി കൊടുത്തു എന്നുള്ളത് നിശ്ചയമായിട്ടത് ഒരു ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം സൈനികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടൊരു ബ്ലോ തന്നെയാണ്. ആ ബ്ലോ എന്ന് പറയുമ്പം 3000-ഓളം ആളുകൾക്ക് പരിക്ക് പറ്റി, 30-40 ആളുകൾ കൊല്ലപ്പെട്ടു, 70 പേരായി അല്ലേ. ആ നിലക്ക് അതത്ര വലിയൊരു സംഗതിയല്ല, പക്ഷേ അതൊരു സൈക്കോളജിക്കൽ ബ്ലോ ആണ്. കാരണം അവരുടെ ഒരു കൺട്രോൾ ആൻഡ് കമാൻഡ് സ്ട്രക്ചറിനെ മൊത്തത്തിൽ അത് ബാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇവരെന്തിനാണ് പേജറിലേക്ക് മാറിയത്, ബീപ്പറിലേക്ക് മാറിയത് എന്തിനാണ്? മറ്റ് ഈ മൊബൈൽ ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് ഇതിലേക്ക് മാറുന്നു. അപ്പോൾ ആ സംഘടന എടുക്കുന്ന ഒരു സ്റ്റെപ്പ് നേരത്തെ കലകൂട്ടി മനസ്സിലാക്കുകയും അവരുടെ ഓർഡേഴ്സ് എവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കുകയും, അത് ഏറ്റവും കൂടുതൽ വരുന്ന റിപ്പോർട്ട് അത് പോർട്ട് ലേ ഓവറുള്ള സമയത്താണ് ഈ സാധനം ഇതിനകത്ത് ഇട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആ സപ്ലൈ ചെയിൻ മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നു. എന്നിട്ട് അവരുടെ ഈ എല്ലാ അതിൻ്റെ നേതൃത്വം മുതൽ താഴത്തെ ഫൈറ്റേഴ്സ് വരെയുള്ള ആ സ്ട്രക്ചറിൽ മൊത്തം ഈ ബ്ലാസ്റ്റ് സംഭവിക്കുന്നുണ്ട്. റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ നിലക്ക് ഭയങ്കരമായുള്ളൊരു മിലിറ്ററി സക്സസ്, ഇൻ്റലിജൻസ് സ്മാർട്ട് മൂവ് എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതിനുശേഷം ബെയ്റൂത്തിലേക്ക് ഇവർ ഏരിയൽ അറ്റാക്സ് നടത്തുന്നു. ഇന്നിപ്പോൾ അവരുടെ ഏറ്റവും സീനിയർ കമാൻഡറായിട്ടുള്ള ഇബ്രാഹിം അഖീൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇബ്രാഹിം അഖീലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഹിസ്ബുള്ളയുടെ ഏറ്റവും അവരുടെ എലീറ്റ് ഫോഴ്സാണ് റദ്വാൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ റദ്വാൻ ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ആളാണ്. അവരുടെ ഓവർസീസ് ഓപ്പറേഷൻസ് നടത്തുന്ന ഈ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ചുമതലയൊക്കെയുള്ള അവരുടെ പ്രത്യേക വിഭാഗമാണ് ഈ എന്താണ് നമ്മൾ എലീറ്റ് ബ്രിഗേഡ് എന്ന് പറയാവുന്നതാണ് റദ്വാൻ ഫോഴ്സ്. അതിൻ്റെ ചുമതലയുള്ള ആളെ അദ്ദേഹം ഈ പുതിയ ഡെവലപ്മെൻറ്റ്സിനെ എങ്ങനെ മീറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ആലോചനാ യോഗം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ബോംബിട്ടിട്ട് 62 ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഈ ഇദ്ദേഹത്തെ കൊന്നു. അത് എഗൻ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്ലോ തന്നെയാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിവരിങ്ങനെ ആഘോഷിക്കുന്നുണ്ടല്ലോ, ഈ റൈറ്റ് വിങ്ങേഴ്സ് ആഘോഷിക്കുന്നത് ഈ കൊലപാതകങ്ങളുടെയൊക്കെ ഇത് വെച്ചിട്ടാണ്. പക്ഷേ ലെബനനിൽ ഇസ്രായേൽ നേരത്തെ നടത്തിയ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വെറും പൊടി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. 82-ൽ ലെബനനിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യമായിട്ട് അവർ പറഞ്ഞു, അന്ന് PLOയുടെ ആസ്ഥാനം ബെയ്റൂത്തിലാണ്, ലെബനൻ തലസ്ഥാനം ബെയ്റൂത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് അവരെ റൂട്ട് ഔട്ട് ചെയ്യുക, അവിടുന്ന് PLO അവിടുന്ന് ഓടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. PLO അവിടുന്ന് ഓടേണ്ടി വന്നു. PLOയുടെ ഓഫീസ് പിന്നെ വരുന്നത് വെച്ചാൽ ടൂണിസിലാണ്. ടുണീഷ്യയുടെ തലസ്ഥാനം, ആയിരക്കണക്കിന് കിലോമീറ്ററിലപ്പുറം ആഫ്രിക്കൻ രാജ്യമാണ് ടുണീഷ്യ. എഗൻ ആ ടുണീഷ്യയിലെ ഓഫീസും ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്. അതേക്കുറിച്ച് പറയാൻ ടുണീഷ്യയിലെ ഓഫീസിൽ PLOയുടെ പുതിയ ഓഫീസിൽ മേടിച്ച ആ ഫേണിച്ചർ ബ്രീച്ച് ചെയ്യാൻ, കോംപ്രമൈസ് ചെയ്യാൻ ഇസ്രായേലിന് പറ്റിയെന്നുള്ളതാണ്. ആ ഫേണിച്ചറിന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവിടെ ഉപയോഗിക്കുന്ന മേശയുടെ ഡ്രോയറിൽ ഇവർ ചില ഡിവൈസ്, ഇവർക്ക് സിഗ്നലുകളും ഇവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ ലഭിക്കാൻ അവരെ സഹായിക്കുന്ന ചില ഡിവൈസ് ഫിറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എഗൻ അവർക്കത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി, ആക്രമിച്ചു. ഇസ്രായേൽ നടത്തിയ ആദ്യത്തെ ഏറ്റവും വിദൂരമായ ആക്രമണമായിരുന്നു ടൂണിസിലെ PLO ഓഫീസ് ആക്രമണം. ഇനി 82-ൽ ഇവർ ലെബനനിൽ കയറിയിട്ട് PLO റൂട്ട് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഷബ്ര ഷാത്തില മാസക്കർ എന്നൊരു സംഭവമുണ്ട് നൗഫലെ. ഈ പലസ്തീൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വേദനാജനകമായ, ഏറ്റവും രക്തപങ്കിലമായൊരു അധ്യായമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷബ്ര ഷാത്തില എന്ന് പറയുന്നത് ബെയ്റൂത്തിലെ 2 അഭയാർത്ഥി ക്യാമ്പുകളാണ്. 48-ലെ യുദ്ധത്തിൽ അഭയാർത്ഥികളായിട്ട് വന്നുള്ള ആളുകൾ, അവർ ഈ ചായ്പിലും മറ്റൊക്കെ കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന 2 അഭയാർത്ഥി ക്യാമ്പുകളാണ്. അവിടെ അന്നത്തെ SLA, സൗത്ത് ലെബനീസ് ആർമി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ തീവ്ര മിലീഷ്യയുണ്ട്. അവരും IDF-ഉം കൂടി ചേർന്നിട്ട് സെപ്റ്റംബർ 1953 സെപ്റ്റംബർ 16 മുതൽ 18 വരെ 2.5 ദിവസം നടത്തിയിട്ടുള്ള
അതിമാരകമായ ആക്രമണം. അതാണ് ഈ സബ്ര സാത്തില മാസക്കർ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് IDFൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ചുമതലയുടെ ഏരിയൽ ഷറോണാണ്. ഇങ്ങനെ പിന്നീട് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആകുന്നുണ്ട്. ബുഷർ ഓഫ് സബ്ര എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2.5 ദിവസം കൊണ്ട് 5000-ഓളം ആളുകളെയാണ് കൊന്നത്. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളം ലഭ്യമാണ്. അതിൽ എന്താണ് അവരുടെ പേര്, സ്റ്റീവ് ലീ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ പത്രപ്രവർത്തകയുണ്ട്. അവരതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. അവരതിനെ ബോഡികൾ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഈ ഗാർബേജുകളിൽ കൂനയായിട്ട് കിടപ്പുണ്ടായിരുന്നു അവർ എഴുതുന്നുണ്ട്. മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ട, അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട ബോഡികൾ, ഇതിനെക്കുറിച്ചൊക്കെ അത് നമുക്ക് വായിച്ചു പോകാൻ പോലും പറ്റാത്ത വിധമാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തൽ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സബ്ര സാത്തില മാസക്കർ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം 82-ലാണ് ഇത് നടക്കുന്നത്. 83-ൽ അമേരിക്കൻ എംബസിയിൽ സ്ഫോടനം നടക്കുന്നുണ്ട്. അമേരിക്കൻ എംബസിയിൽ പ്രത്യേകിച്ച് കുറേ CIA ഉദ്യോഗസ്ഥന്മാർ യോഗം ചേരുന്ന സമയത്ത് സ്ഫോടനം നടക്കുമ്പോൾ 10-60 ആളുകളിൽ കൊല്ലപ്പെടുന്നുണ്ട്. അത് 83 ഏപ്രിലാണ്. സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ ബെയ്റൂത്ത് എംബസി സ്ഫോടനത്തിൽ നേരത്തെ ഈ പറഞ്ഞ ഈ സ്റ്റീവ് ലീ എന്ന് പറയുന്ന ഈ പത്രപ്രവർത്തകൻ കൊല്ലപ്പെടുന്നുണ്ട്. അവർ അമേരിക്കക്കാരിയാണ് ബേസിക്കലി. അവരെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എംബസിയിൽ പോയതാണ്. അപ്പോൾ പലസ്തീനുകൾക്ക് വേണ്ടി നിരന്തരമായി എഴുതുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പത്രപ്രവർത്തകയാണ്. അവർ ഈ ആക്രമണത്തിൽ, ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. 83-ൽ. ഒരു വർഷം കൊണ്ട് അവർ പുസ്തകം എഴുതി. ധാരാളം എഴുതിയിട്ടുണ്ട് അവരതിനെക്കുറിച്ച്. ഇത് 82 ഏപ്രിലാണ്, 82 തുടക്കത്തിലാണ് സബ്ര സാത്തില നടക്കുന്നത്. 83 ഒക്ടോബറിൽ അവിടുത്തെ അമേരിക്കൻ ബാരക്കിലുണ്ട്. അവർ അവരുടെ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ബാരക്സിൽ സ്ഫോടനം നടക്കുന്നത്. 200 ചില്ലാൻ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട. ഒരുപക്ഷെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയും അധികം അമേരിക്കൻ സൈനികർ ഒരു സിംഗിൾ ഇവൻറ്റിൽ കൊല്ലപ്പെടുന്നത് അവിടെയാണ്. അതൊക്കെ ഈ സബ്ര സാത്തിലക്ക് മറുപടി ആയിക്കൊണ്ട് ഈ പലസ്തീനി സംഘടനകളും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഹിസ്ബുള്ളയുമാണ് അതിൻ്റെ ഉത്തരവാദികളെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇസ്ലാമിക് ജിഹാദ് അത് ഓൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഹിസ്ബുള്ള ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ചരിത്രം ലെബനനുണ്ട്. വലിയ കൂട്ടക്കൊലകളുടെയും ആക്രമണങ്ങളുടെയും. അപ്പോൾ അങ്ങനെ അവർ 82-ൽ ലെബനനിൽ കയറിയിട്ട് 2000 വരെ സദേൺ ലെബനൻ പൂർണ്ണമായി, സദേൺ ലെബനൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികേന്ദ്രമാണ്. സദേൺ ലെബനൻ 2000 വരെ ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നു, ഇസ്രായേലി അധിനിവേശത്തിലായിരുന്നു. 2000-ൽ അവർക്ക് അവിടുന്ന് പിൻവാങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയും ചരിത്രം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അതിൻ്റെ മിലിറ്ററി മൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ഈ പറയുന്ന സൈനിക ഇൻ്റലിജൻസ് ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെയും ഹിസ്ബുള്ള എന്ന പ്രസ്ഥാനത്തെയും തകർക്കാൻ വേണ്ടി ആകാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇമാദ് മുഗ്നിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ ഉണ്ടായിരുന്നു. ആ ഇമാദ് മുഗ്നിയെ ഇവർ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലുന്നുണ്ട്. അവർ എത്രയോ നേതാക്കന്മാരെ ഈ നിലക്കുള്ള ലെബനനകത്തും ലെബനന് പുറത്തും ടാർഗറ്റഡ് അസാസിനേഷനോ കൊല്ലുന്നുണ്ട്. ഇനി പറയുന്ന ഈ മൊബൈൽ സ്ഫോടനം എന്ന് പറയുന്നത് ഇതും ആദ്യമായിട്ടല്ല. 1996-ൽ യഹിയ അയ്യാഷ് എന്ന് പറഞ്ഞിട്ട് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ടായിരുന്നു. ഖസാം ബ്രിഗേഡിൻ്റെ ഫൗണ്ടർ എന്ന് പറയാവുന്ന ആളാണ്. അയാളെക്കുറിച്ച് ഇസ്രായേലി ഇൻ്റലിജൻസ് വിശേഷിപ്പിക്കുന്ന വാക്ക് ദ എൻജിനീയർ ഫോക്സ് എന്നാണ്, കുറുക്കൻ എൻജിനീയർ. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് തന്നെ ഒരു പുസ്തകമുണ്ട്, ദ ഹണ്ട് ഫോർ ദ എൻജിനീയർ എന്ന് പറഞ്ഞിട്ട്. ഈ മനുഷ്യനെ 96-ൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൊല്ലുന്നുണ്ട് ഇസ്രായേൽ. 96 ശ്രദ്ധിക്കണം, മൊബൈൽ ഫോണിനെക്കുറിച്ച് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത കാലമാണ്. മൊബൈൽ ഫോൺ വളരെ റെയറായിട്ടുള്ളൊരു കാലമാണ്. അതെങ്ങനെയാണ് ഈ ഖസാം ബ്രിഗേഡിൽപ്പെട്ട ഈ യഹിയ അയ്യാഷിൽ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിനൊരു ബന്ധു ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്കോ എന്തോ ഒരു സവിശേഷ സന്ദർഭത്തിൽ ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബന്ധുവിനും മറ്റൊരാളാണ് ഈ ഫോൺ കൊടുക്കുന്നത്. അത് പക്ഷേ മൊസാദ് എന്ന് വെച്ചാൽ 3 ഗ്രാം RDX അതിനകത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ പേജർ സ്ഫോടനത്തിൻ്റെ സമാനമായ രീതിയാണത്. 96-ൽ മൊബൈൽ ഫോണിൽ RDX വെച്ച് അങ്ങനെയാണ് ഈ യഹിയ അയ്യാഷിനെ അവർ കൊല്ലുന്നത്. അപ്പോൾ വെച്ചാൽ ഖസാമിൻ്റെ ബോംബ് ഡിസൈനറായിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഇസ്രായേലി ഇൻ്റലിജൻസ് തന്നെ പറയുന്നത് ഡിറ്റർജൻറ്റിൽ നിന്ന് വരെ ബോംബുണ്ടാക്കാൻ കഴിവുള്ള എൻജിനീയർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള ഓപ്പറേഷൻസ്, മൊബൈൽ എക്സ്പ്ലോഷൻസ്, അതിൻ്റെ ദീർഘമായ ചരിത്രം ഇസ്രായേലിനുണ്ട്. ലെബനൻ ഇതേക്കാൾ മാരകവും ഭീകരവുമായുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട്
ഈ പറയുന്ന ഇതോടുകൂടി ഹിസ്ബുള്ള തീർന്നു, അല്ല റെസിസ്റ്റൻസ് തീർന്നു എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ പറയുന്ന 47 മുതൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ ഈ നിലക്കുള്ള കൂട്ടക്കൊലകളും വലിയ വലിയ ആക്രമണങ്ങളും അധിനിവേശവും അതിനെതിരായിട്ടുള്ള അസാധാരണവും വിചിത്രവുമായിട്ടുള്ള നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു ഭാഗത്ത്, നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് മറുഭാഗത്ത്. ഇതാണ് ഈ പലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സെപ്റ്റംബർ 17. അതിലൊരു സംശയമില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സർവിലൻസ് വാർഫെയർ, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വാർഫെയറിൽ, ടെക്നോളജിക്കൽ വാർഫെയറിലുള്ള അവരുടെ കഴിവ്, അവരുടെ സ്മാർട്ട്നെസ്, അത് രേഖപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഫലസ്തീൻ വിമോചന സമരത്തിന് അതെന്തെങ്കിലും വലിയ ആഘാതം ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞ പോലുള്ള എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ യുദ്ധസന്നാഹങ്ങൾ മുഴുവൻ പരീക്ഷിക്കുകയാണ് ഈ വേളയിൽ. പക്ഷേ അതോടൊപ്പം തന്നെ ചരിത്രവും ഇതാണ്. പക്ഷേ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഹിസ്ബുള്ളക്ക് അവരുടെ ചെറുത്തുനിൽപ്പ്? അല്ലേ, നമ്മൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും മാസ് മൊസാദ് മുദ്രാവാക്യങ്ങളും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഈ വോക്കി ടോക്കി പേജർ ആക്രമണങ്ങളുണ്ടല്ലോ, അത് ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ ഇസ്മായിൽ ഹനിയെ കൊന്നു അവർ ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഇത്തരം ആക്രമണങ്ങൾ നമ്മളതിന് യുദ്ധത്തിൻ്റെ പരിധിയിലോ അല്ലെങ്കിൽ യുദ്ധ നിയമങ്ങളുടെ പരിധിയിലോ പെടുത്താൻ കഴിയില്ല. ദാറ്റ് ഇസ് ടെററിസം. അതിനിപ്പോൾ എത്ര സ്മാർട്ടായിട്ട് അവർ ചെയ്താലും അത് നടന്നത് ടെററിസമാണ്. അപ്പോൾ ഈ പേജർ വന്നത് എങ്ങനെ എന്ന അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പേജർ വരാൻ 2022 ഹസൻ നസ്രുള്ള ഒരു ടെലിവൈസ്ഡ് പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു ഏജൻറ്റാണ്, ഡെത്ത് ഏജൻറ്റാണ്, നിങ്ങളത് ഒഴിവാക്കണമെന്ന് 2022 പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രസംഗം എന്താണ്? അതൊരു ഒരു മെസ്സേജാണ് മൊസാദിന്. അവർ ഇനി മൊബൈൽ ഉപയോഗിക്കില്ല എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇനി ഇവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവർ അന്വേഷിക്കുമ്പോൾ അവർ പേജറിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കരുതുകയും, ഇപ്പോൾ പേജർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് 2022 അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പേജർ ഒരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്. വളരെ കുറഞ്ഞ ഇൻഡസ്ട്രികളിൽ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. ഹെൽത്ത് വർക്കേഴ്സ് ഉപയോഗിക്കുന്നു, അതുപോലെ ഈ ദുരിതാശ്വാസ പ്രവർത്തകർ, മൊബൈൽ നെറ്റ്വർക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നവരൊക്കെയാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള അതുണ്ടാക്കുന്ന കമ്പനികളെ കണ്ടെത്തുക. അത് ഉണ്ടാക്കുന്ന കമ്പനി തായ്വാനിലൊരു കമ്പനി ഉണ്ടായിരുന്നു, എന്താണ് ഗോൾഡ് അപ്പോളോ. അപ്പോൾ ആ കമ്പനി കണ്ടെത്തുക. ആ കമ്പനിയിൽ നിന്ന് അവരുടെ ലൈസൻസ് ഹംഗറിയിലുള്ള ഒരു കമ്പനി BAC എന്ന് പറയുന്ന കമ്പനി വാങ്ങുന്നു. ഹംഗറിയിൽ നിന്ന് അവർ ഈ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി അവരത് വാങ്ങുന്നു, അവർ തന്നെ അത് ഷിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ പുറത്തു വന്ന മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകളാണ്, അത് അന്വേഷണ ഏജൻസികൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ BAC എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണർ ആരാണ്? അതൊരു ക്രിസ്ത്യാന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. 49 വയസ്സുള്ള ഒരു ഇറ്റലിയിൽ ജനിച്ച ലണ്ടനിൽ പഠിച്ചൊരു സ്ത്രീയാണ്. അവരുടെ പ്രൊഫൈൽ ലിങ്ക്ഡിനിലുണ്ടായിരുന്നു. ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇപ്പോൾ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ലിങ്ക്ഡിനിൽ അവർ പറയുന്നത് അവർക്ക് PhD ഉണ്ട്, PhD ഇൻ പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ സയൻറ്റിസ്റ്റ് ആണോ? അല്ല. അവർ പാർട്ടിക്കിൾ ഫിസിക്സിൽ PhD ചെയ്തിട്ടുണ്ട്, സയൻറ്റിസ്റ്റ് അല്ല. അവരുടെ പ്രൊഫൈൽ പറയുന്നത് അവർ NGOകളുമായി ബന്ധപ്പെട്ട വർക്കാണ്, പൊളിറ്റിക്കൽ അനലിസ്റ്റാണ്, പിന്നെന്താണ് സ്ട്രാറ്റജിക് അനലിസ്റ്റാണ്. അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ചില ആളുകൾ കൊടുക്കുമല്ലോ പ്രൊഫൈലിൽ, അവരുടെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്ന പോലെ ഇതുപോലെ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു ഇവർ വളരെ ബ്രില്യൻ്റായ സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷെ ഒന്നിലും സ്ഥിരതയില്ലാത്ത ഒരാളാണ്. കുറേ നാൾ PhD ചെയ്തു, അത് സയൻറ്റിഫിക് കരിയർ പ്രൊസ്യൂ ചെയ്തില്ല, പിന്നെ NGOകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇതിൽ ഇവരെ സംശയിക്കാൻ, ഇവരൊരു മൊസാദ് ഏജൻ്റായിരുന്നു, മൊസാദിൻ്റെ സ്പൈ വർക്കറായിരുന്നു എന്ന് സംശയിക്കാൻ കാരണം ഇവർ ഈ NGO വർക്കിൻ്റെ ഭാഗമായിട്ട് ലിബിയയിലും അതുപോലെ ഇറാഖിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവരൊരു മൊസാദ് ഏജൻ്റാണെന്ന് മാധ്യമങ്ങൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ടല്ലോ, ഒരു മലയാളി, എന്താണ് റിൻസൺ ജോസ്. അപ്പോൾ റിൻസൺ ജോസ് ലണ്ടനിൽ തന്നെയുള്ള ആളായിരുന്നു, ഇപ്പോൾ നോർവേ പൗരനാണ്, സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു പ്രവാസി മലയാളി എന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ഇമേജ്. ഇപ്പോൾ വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മാധ്യമങ്ങൾ പോകുമ്പോഴും എന്താണ് പള്ളി സെമിനാരിൽ പഠിച്ച, പിന്നീട് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് UK പോയി, UK നിന്ന് നോർവേ ചെന്നിട്ട് നോർവേയിൽ നല്ലൊരു കമ്പനിയിൽ ഒരു മീഡിയ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ അറിയാവുന്നവർക്ക് പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ പേരിൽ ബൾഗേറിയയിൽ ഒരു ഷെൽ കമ്പനി ഉണ്ടാകുന്നു. അതായത് സാധാരണ ലൈഫ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരിൽ ബൾഗേറിയയിൽ ഒരു ഷെൽ കമ്പനി ഉണ്ടാകുന്നു. അവരുടെ ഷെൽ കമ്പനിയിൽ നിന്ന് ഈ പർച്ചേസിന് ആവശ്യമായ പണം ഈ ബൾഗേറിയയിലെ കമ്പനിയിൽ നിന്ന് ഈ BACക്ക് കൈമാറുന്നു എന്നാണ് ഇപ്പോൾ ഇതുവരെ പുറത്തു വന്ന വിവരം. ഈ റിൻസൺ എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല, നോർവേയിലില്ല, അദ്ദേഹം US ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ആരുമായൊരു കോൺടാക്റ്റ് ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞ ക്രിസ്ത്യാന എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ അമ്മ ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, ഹംഗറിയിലുണ്ട്. അപ്പോൾ ഹംഗറിയിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ സീക്രട്ട് ഏജൻസി അവരെ എങ്ങോട്ടോ മാറ്റിയിരിക്കുന്നു എന്നാണ് റോയിറ്റേഴ്സിനോട് അവർ പറയുന്നത്. ഹംഗറി എന്ന രാജ്യത്തെ പറ്റി നമുക്കറിയാം, വിക്ടർ ഓർബൻ എന്ന അവിടുത്തെ പ്രധാനമന്ത്രി ഒരു അര പുട്ടിനും അര മോദിയും അര നെതന്യാഹുവാണ്, റൈറ്റ് വിങ്ങറാണ്.
ഹംഗറി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത അലയാണ് ഹംഗറി. അപ്പോൾ ഈ ആരോപണ വിധേയയായ സ്ത്രീ എന്തിനാണ് സീക്രട്ട് ഏജൻസികൾ മാറ്റുന്നത്? അത് അവരുടെ ജീവൻ അപകടത്തിലാവാതിരിക്കാൻ വേണ്ടിയാണ്, ആരെങ്കിലും തിരിച്ചടിയാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു വിശാലമായ സ്പൈ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യമാണ്. പക്ഷെ അതിൽ ഈ മലയാളിയായ ചെറുപ്പക്കാരനെ എങ്ങനെ പെട്ടുപോയി? അവൻ്റെ തന്നെ കമ്പനിയാണോ? അതല്ല വേറെ എന്തെങ്കിലും രീതിയിൽ മാൽ പ്രാക്ടീസിലൂടെ അദ്ദേഹത്തിൻ്റെ പേരിൽ വല്ല കമ്പനി ഉണ്ടാക്കിയതാണോ? ആ പൈസ ട്രാൻസ്ഫർ ചെയ്തെന്ന് നമുക്കറിയില്ല. അത് അയാൾ തന്നെ പറയണം. അയാളിപ്പോൾ US പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ഒരു മൊസാദിൻ്റെ ഒരു വലിയ വിജയമാണെന്ന് പറഞ്ഞാൽ, മൊസാദ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിലിറ്ററി വിഭാഗം എന്ന് പറയുന്നത് അവരുടെ സ്പൈ വർക്കിനാണ്, മൊസാദിനാണ്. അതിനവരിൽ പണമുണ്ട്. അപ്പോൾ ആ പണം എവിടെ നിന്ന് കിട്ടുന്നത്? പണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. ഒരു വർഷം $3.8 ബില്യൺ എല്ലാ വർഷവും അമേരിക്ക ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സഹായങ്ങൾ കൂടാതെയാണ്. ഇത് അമേരിക്കയുടെ ഒരു പാക്കേജാണ് 10 വർഷത്തേക്കുള്ള, 2028 വരെ ഒരു പാക്കേജുണ്ട്. അതിൽ ഓരോ വർഷം 3.8 ബില്യൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ ചിലവാക്കുന്ന ഡിഫൻസ് ബഡ്ജറ്റിൽ നിന്ന് അവർ മൊത്തം ചിലവാക്കുന്ന ഒരു വാർഷിക ബഡ്ജറ്റിൻ്റെ 10% അമേരിക്ക ഫ്രീ ആയിട്ട് കൊടുക്കുക. ആ 10% എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഇവർക്ക് ഇനി മിലിറ്ററി ടെക്നോളജിയിലോ അല്ലെങ്കിൽ മിലിറ്ററി ഇൻ്റലിജൻസിലോ സ്പൈ വർക്കിലൊക്കെ എത്ര വേണം മുന്നോട്ട് പോകാൻ കഴിയും. വേറൊരു രാജ്യത്തിനും കിട്ടാത്ത ഒരു അഡ്വാൻസ്മെൻ്റ് ആണത്, ഒരു പ്രിവിലേജാണ്. വേറെ ഏതെങ്കിലും രാജ്യത്തിന് അങ്ങനെ കിട്ടുമോ? നിങ്ങൾ എന്നാ പിടിച്ചോ 3.8 ബില്യൺ എന്ന് പറഞ്ഞാൽ അമേരിക്ക വേറെ ഏതെങ്കിലും രാജ്യത്തിന് പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അമേരിക്ക വേറെ പല രീതിയിലും പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി മാത്രമായിട്ട്, സൈനിക സഹായത്തിന് വേണ്ടി മാത്രമായിട്ട് 3.8 ബില്യൺ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവും. വേറെ ലോകത്തൊരു രാജ്യത്തിനും ഇല്ലാത്ത പ്രിവിലേജാണ്. അപ്പോൾ ഇതിനെ എന്താണ്, മാസാണ് മൊസാദ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത ചില സവിശേഷമായ പ്രിവിലേജസ് ഇസ്രായേലിനുണ്ട്. അത് അമേരിക്ക കൊടുക്കുന്ന കാശാണ്, അമേരിക്ക കൊടുക്കുന്ന പിന്തുണയാണ്. അപ്പോൾ അവർക്ക് അതിൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവും. മൊസാദ് എന്തോ വലിയ സംഭവം കാണിച്ചു എന്ന് പറയുന്നത് എനിക്കങ്ങനെ വലിയ തോന്നുന്നില്ല. അല്ലാതെ അവരെ ഏറ്റെടുക്കണം, അതൊരു യുദ്ധമായി അവർ കണ്ടുകൊണ്ട് ഏറ്റെടുക്കണം. അപ്പോൾ ഇതിവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ്. ഇതിപ്പോൾ ഈ ലെബനാനിൽ കയറി അടിക്കുന്നു, ലെബനാനിൽ ഇപ്പോൾ എയർ സ്ട്രൈക്ക് നടന്നു. ഈ പേജർ ആക്രമണം തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടല്ലോ, അവർക്ക് പിന്നീട് ചെയ്താൽ മതിയല്ലോ. എന്തിനാണ് ഈ സമയത്ത് ചെയ്യുന്നത്? ഈ യുദ്ധം എങ്ങനെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകണം, യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ യുദ്ധം സീസ് ഫയറിന് വേണ്ടി ഒരു പുതിയ പേപ്പർ കൂടി അമേരിക്കയ്ക്ക് ഇസ്രായേൽ കൈമാറണമെന്ന് പറയുന്നു. പുതിയ ഉപാധികൾ എന്ന് വെച്ചാൽ മുഴുവൻ ഹോസ്റ്റേഴ്സിനെയും കൈമാറുക, വിട്ടയക്കുക. അതിന് പകരമായി യഹ്യ സിൻവാർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ ടോപ്പ് ബ്രാസ് നേതാക്കളെ മുഴുവൻ സേഫ് പാസേജ് ഒരു 3ാം രാജ്യത്തേക്ക് അയക്കാൻ അനുവദിക്കാം എന്നാണ് അവരുടെ രീതി. അതായത് നടക്കാത്ത കാര്യമാണ്. യഹ്യ സിൻവാർ ഗസയിൽ നിന്ന് പുറത്ത് വേറൊരു രാജ്യത്തേക്ക് പോയി താമസിക്കാൻ അനുവദിക്കാം, അതിൻ്റെ നേതാക്കൾക്കും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സീസ് ഫയർ ഇതുണ്ടാവുമോ? അതായത് സീസ് ഫയറേ ഇല്ല, നോ സീസ് ഫയർ. ഈ യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടുപോവുക, ഹിസ്ബുള്ളയെ പരമാവധി അടുപ്പിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം അവർ കൺട്രോൾഡ് അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ അറ്റാക്കുകൾ, എന്താണ് പറയുക, നോർത്തേൺ ഇസ്രായേലിൽ ചെറിയ അറ്റാക്കുകൾ നടത്തുക. ഇനി എന്താണ്, ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ളയെ കൊണ്ടുവരിക, ഇറാനെ കൊണ്ടുവരിക. അവർക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. ബൈഡൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിയാതെ ഇനി സീസ് ഫയറിനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ 2024 2025 ഈ യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. യെസ്, ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം, തിങ്കളാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.